വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോപ്പ് ടൈംസ്. എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നലെ സംക്രമമായിട്ട് അമ്പലത്തിൽ പോയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് 10 മിനിറ്റേ ഉള്ളൂ മുണ്ടയാമറമ്പ് തറക്കിമിത്തൽ ഭഗവതി ക്ഷേത്രത്തിലാണ് പോയത്. അപ്പം നമ്മുടെ ഇവിടെ അമ്പലത്തിൽ മാസത്തിലാണ് പൂജയുള്ളത്. ഇനി വൃശ്ചിക മാസം ആയതുകൊണ്ട് ഇനി 41 ദിവസം പൂജയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്ന് വന്നേക്കാമെന്ന് വിചാരിച്ചിട്ട്, ഇന്ന് ഞായറാഴ്ചയായിരുന്നല്ലോ, അപ്പോൾ എല്ലാവരും കൂടി പോന്നു കേട്ടോ. പിള്ളേരുണ്ട്, ചേട്ടയും സായിഷേട്ടയും അമ്മച്ചി, ഞങ്ങളെല്ലാവരും ഉണ്ട്. രാവിലെ കുളിച്ച് റെഡിയായി. ഒത്തിരി രാവിലെ അല്ല, നമ്മുടെ വീടിൻ്റെ അടുത്ത് 10 മിനിറ്റല്ലേ ഉള്ളൂ. അപ്പം എല്ലാം റെഡിയായിട്ട് ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മറ്റേ അമ്പലം തുറക്കുന്ന ദിവസം, സംക്രമത്തിന് തുറക്കുന്ന ദിവസം ഭയങ്കര തിരക്കായിരിക്കും. കാരണം മാസത്തിലൊന്നല്ലേ തുറക്കുള്ളൂ. അപ്പോൾ ഒരുപാട് ജനം വരുന്ന അമ്പലം കേട്ടോ. നമ്മുടെ ഉത്സവം, കോഴിവെട്ടുത്സവമുണ്ട്, അല്ലാത്ത ഉത്സവമുണ്ട്. അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉള്ളപ്പോൾ സമയമാണെങ്കിൽ ഭയങ്കര തിരക്ക്, നമുക്ക് അടുക്കാൻ പോലും പറ്റാത്ത ജനം വരുന്ന സ്ഥലമാണ് കേട്ടോ. പക്ഷേ ഇന്ന് എന്തോ തിരക്ക് കുറവുണ്ട്. അതിന് ചിലപ്പോൾ കാരണം വൃശ്ചിക മാസം ആയതുകൊണ്ട് ഇനി 41 ദിവസം പൂജ ഉണ്ടല്ലോ, അമ്പലം തുറക്കില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം നിന്നു. പിന്നെ അവിടെ ദേവീസ്തുതികളൊക്കെ പാടുന്ന ചേച്ചിമാരുണ്ടായിരുന്നു, അതൊക്കെ കേട്ടിട്ടുണ്ട്. കുറച്ച് നേരം ഇരുന്നു. അവിടെ നമുക്ക് അമ്പലത്തിൽ പോയി കുറച്ച് നേരം അവിടേക്ക് ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിനൊരു സുഖമൊക്കെ കിട്ടില്ലേ, ഒരു സന്തോഷമോ ഒരു സമാധാനമോ, എന്താ പറയുക, ആ ഒരു ഫീലൊക്കെ കിട്ടൂലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ ആൾത്തറേൻ്റെ അവിടെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഒരു രസം, ഒത്തിരി തിരക്കൊന്നുമില്ലോ, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചെയ്തു അവിടെ നിന്ന്. പിന്നെ പിള്ളേർക്ക് താഴേക്ക് പോകാനാണ് തിരക്ക്. അവർക്ക് എന്താണെന്ന് വെച്ചാൽ താഴെ ചെറിയ കടകളൊക്കെ ഉണ്ട്, അത്യാവശ്യം കളിപ്പട്ടും പലഹാരവും ഐസ്ക്രീമൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് അങ്ങോട്ട് പോകാനാണ് ഇത്ര തിരക്ക്. എനിക്കിന്ന് അത്ര തിരക്കില്ല. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അസുഖങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുള്ളതുകൊണ്ട് എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് അത്ര തിരക്കില്ലായിരുന്നു. എന്നാലും എന്നെ അവിടെ നിർത്തിക്കൊണ്ട് ഇവരെല്ലാവരും കഴിച്ചു കേട്ടോ. അമ്മച്ചിക്കാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഐസ്ക്രീം. നോക്കി എന്നെ കൊതിപ്പിക്കാൻ വേണ്ടി ഇവർ എന്നെ കഴിച്ച് കാണിക്കുക കേട്ടോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞാനൊരു വരവ് വരും എന്ന് ഞാൻ കുട്ടാപ്പിയോട് പറഞ്ഞു. ഉത്സവമൊക്കെ ആകുമ്പോഴത്തേക്ക്, നമ്മുടെ ഉത്സവം ഡിസംബർ 26-ാം തീയതി കേട്ടോ. അപ്പോഴത്തേക്ക് എല്ലാം മാറ്റി വേണം, എന്നിട്ട് ഇവർക്കിട്ടൊരു പണി കൊടുക്കണം. ഇപ്പം 3 പേരും കൂടി എന്നെ ഇരുന്ന് കുതിപ്പിക്കുക കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് തിരിച്ചു. നമ്മുടെ ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് 10 മിനിറ്റേ ഉള്ളൂ. നല്ല ചെറിയ തോടുകളും 4 കൂടിയ കവലയാണ്, കമ്പനിയടുത്തെന്ന് പറയും. അവിടെ നിന്ന് പിന്നെ ഒരു കുറച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലെത്തിട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇനി ഉത്സവം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പല വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. ഓക്കേ.